14 മാസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത LPG ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ രൂക്ഷ വിമർശനം. ഓപ്പൺ ഫോറം വിളിച്ചു ചേർക്കാൻ വൈകിയതിനും പരാതികൾ മറുപടി പോലും നൽകാതെ അവഗണിക്കുന്നതിലും ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ ആഞ്ഞടിച്ച് ഓപ്പൺ ഫോറം. മുൻതവണകളിൽ ഉന്നയിച്ച പരാതികൾ പോലും പരിഹാരമില്ലാതെ ആവർത്തിക്കേണ്ടി വരികയാണെന്ന് ജില്ലാ ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ പറഞ്ഞു. മുൻകൂട്ടി പണമടച്ച് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഡെലിവറിക്കിടെ വർദ്ധിച്ച വില ഈടാക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കഴിഞ്ഞ ഓപ്പൺ ഫോറത്തിലെ ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകാതിരുന്നതും ജെയിംസ് മുട്ടിക്കൽ ഉന്നയിച്ചു. പാചകവാതക സിലിണ്ടറിന്റെ റെഗുലേറ്റർ ചോർന്ന് തീപ്പൊള്ളലേറ്റ് അമ്മ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ PG സ്വദേശി ജെയിംസ് ഉന്നയിച്ചതും അധികൃതരുടെ അനാസ്ഥയെയും പിടിപ്പുകേടുകളെയും കുറിച്ചായിരുന്നു. സിലിണ്ടറും റെഗുലേറ്ററും കൃത്യമായി പരിശോധിക്കുന്ന സാഹചര്യവും ബോധവൽക്കരണവും ഉറപ്പുവരുത്തണം. സിലിണ്ടർ പൊട്ടിത്തെറിച്ച പൊള്ളലേറ്റ് 8 ലക്ഷത്തോളം രൂപ ചെലവാക്കിയുള്ള ചികിത്സ ഫലം കാണാതെയാണ് അമ്മ മരിച്ചതെന്ന് ജെയിംസ് പറഞ്ഞു. സിലിണ്ടർ, റെഗുലേറ്റർ തുടങ്ങിയവയുടെ പരിശോധനയ്ക്കായി വന്ന് മൊബൈലിൽ ഫോട്ടോയെടുത്ത് 238 രൂപ വാങ്ങിപ്പോകുന്ന പ്രഹസനത്തെക്കുറിച്ചും ചോദ്യമുയർന്നു. ഗ്യാസ് സിലിണ്ടറുകളുടെ തൂക്കം ബോധ്യപ്പെടുത്തി നൽകണമെന്ന നിബന്ധന ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ഏജൻസി നിയോഗിക്കുന്നവർ പരിശോധനയ്ക്ക് വരുന്ന കാര്യം ഉപഭോക്താക്കളെ ഏജൻസികൾ മുൻകൂട്ടി വിളിച്ചറിയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉപഭോക്താക്കൾ ആവർത്തിച്ചു. ഉദ്യോഗസ്ഥരും സംഘടനാ ഭാരവാഹികളും ഗ്യാസ് ഏജൻസി പ്രതിനിധികളും കഴിഞ്ഞാൽ പാചകവാതക ഉപഭോക്താക്കളായി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇത്തവണയും ഓപ്പൺ ഫോറത്തിൽ എത്തിയിരുന്നുള്ളൂ എന്നതിനാൽ ഓപ്പൺ ഫോറം നടക്കുന്ന വിവരം മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കണമെന്നും ആവശ്യമുയർന്നു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ MC റെജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓപ്പൺ ഫോറത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, വിവിധ ഗ്യാസ് ഏജൻസി പ്രതിനിധികൾ, ഉപഭോക്തൃ സംഘടനാ ഭാരവാഹികളായ ജെയിംസ് മുട്ടിക്കൽ, MD രാജീവ്, വിൽസൺ, ശിവരാമൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.